എത്തത്തക്ക വണ്ണമുള്ള പ്രവർത്തനങ്ങൾ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും. നമസ്കാരം. ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോക ലഹരി വിരുദ്ധ ദിനാചരണം ചടയമംഗലം ബ്ലോക്ക് ഓഫീസ് സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ ലോക ലഹരി വിരുദ്ധ ദിനാചരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ നിർവഹിക്കും. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഇവർക്ക് ഹാർദമായി സ്വാഗതം. വളരെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനിയായ നമ്മുടെ ബ്ലോക്കിന്റെ പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ അവരുടെ വളരെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ജയപ്പെട്ട നമ്മുടെ ബ്ലോക്കിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീമതി ജയന്തി ദേവി അവരുടെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെയും വളരെ സ്നേഹത്തോടെ ഈ നല്ല ഉന്നതിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. എക്സൈസ് ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എക്സൈസിന്റെയും പോലീസിന്റെയും എല്ലാ ഉദ്യോഗസ്ഥരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ നാടിനെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, സ്വാഗതം ആശംസിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ഉഷ, വേദിയിലുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയന്തി ദേവി, ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എക്സൈസ് സബ് ഇൻസ്പെക്ടർ ശ്രീ രാകേഷ്, ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ചടയമംഗലത്തിന്റെ സ്റ്റേഷൻ ഓഫീസർ ശ്രീ സുനീഷ്, ഇവിടെ എത്തിയിട്ടുള്ള പ്രിയമുള്ള അധ്യാപകർ, രക്ഷിതാക്കൾ, ആശാ അംഗൻവാടി പ്രവർത്തകർ അടക്കം ഇവിടെ എത്തിയിട്ടുള്ള പ്രിയമുള്ളവരെ, ദീർഘമായി ഞാൻ കാര്യങ്ങൾ പറയുന്നില്ല. ഇതിന്റെ ക്ലാസ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിന് പിന്നാലെയുണ്ട്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം നമ്മള് കനത്ത പോരാട്ടമായി കേരളം ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ പോരാട്ടത്തിന്റെ ഭാഗമായി പങ്കാളികളാവാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത്. നമ്മുടെ ലഹരി ഉപയോഗം വല്ലാതെ വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഒരു കാലത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികളടക്കമുള്ളവർ രാസലഹരിക്ക് അടിമപ്പെടുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. നമ്മുടെ സമൂഹത്തിൽ ലഹരി ഉപയോഗം ഒരു കുറ്റമായിരുന്ന, അല്ലെങ്കിൽ അത് സമൂഹത്തിൽ ഒരു വലിയ അപരാധമായിരുന്ന ഒരു കാലം നമുക്ക് മുമ്പേ ചിന്തിച്ചിരുന്ന ഒരു കാലത്തുണ്ടായിരുന്നു. നമ്മൾ കള്ളുകുടിയന്മാർ എന്ന് ഒരു പക്ഷേ നമ്മളെല്ലാം കുട്ടിക്കാലത്ത് കാണുന്നവര് കള്ളുകുടിക്കുന്നവരെയാണ്. കള്ളുകുടിക്കുന്നവരെ എല്ലാം നമ്മൾ കള്ളുകുടിയന്മാർ എന്നാണ് വിളിച്ചത്. എന്നാൽ എപ്പോഴോ നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കള്ളുകുടിക്കുന്നത് ഒരു അപരാധമല്ലാത്ത കാലം കടന്നു വന്നു എന്നത് നമുക്ക് നിശ്ചയിക്കാൻ കഴിയും. ഒരു കല്യാണാലോചനയുമായി ഒരിടത്ത് വന്നാൽ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാലും ആദ്യം പറയുന്നത് നല്ല പയ്യനാണ്, വല്ലപ്പോഴും കുടിക്കും. അത് ഈ വന്ന കാലത്ത് ഒരു തെറ്റല്ലല്ലോ, അങ്ങനെയല്ലേ നമ്മൾ പറയാം, അല്ലേ ചോദ്യത്തി? അങ്ങനെയാണ് പറയുന്നത്. അപ്പോഴതൊരു മാന്യതവൽക്കരിക്കുന്ന തലത്തിലേക്ക് ആ ലഹരി ഉപയോഗം മാറപ്പെടുന്ന കാലം. വല്ലപ്പോഴും കള്ളുകുടിക്കുന്നവരെ നമ്മൾ കള്ളുകുടിയന്മാരെന്ന് പറയാറുണ്ട്. എല്ലാ ദിവസവും കള്ളുകുടിച്ച് വഴി കിടക്കുന്നവരെയാണ് നമ്മൾ കള്ളുകുടിയന്മാരെന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ താമസിക്കുന്നത് ഈ ബിവറേജിന്റെ തൊട്ടടുത്ത ബിവറേജിലേക്ക് എടുക്കുന്ന വഴിയാണ്. രാവിലെ ആണെങ്കിൽ വണ്ടിയും കൊണ്ട് അതുവഴി ഇറങ്ങി വരാൻ കഴിയില്ല. ഒരു 7-8 സ്ഥലത്തെങ്കിലും വണ്ടി ഒതുക്കി നിർത്തി വരുന്ന ഓട്ടോറിക്ഷയും ഉടനെല്ലാം കടത്തി വിട്ട് പോരാൻ കഴിയും.
പലരും പരിചയക്കാരായിരിക്കും. നമ്മൾ അവരെ മുഖത്തേക്ക് നോക്കാറില്ല, അവര് നമ്മളെ കണ്ടതായി ഭാവിക്കാറില്ല. അപ്പോഴത് നമ്മുടെ സമൂഹത്തിൽ മദ്യപാനത്തിന് ഒരു മാന്യത കൈവരുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ പാർട്ടികൾ നടക്കുന്നു. വലിയ പാർട്ടികൾ നടന്നാൽ ആ പാർട്ടികൾ നടക്കുമ്പോൾ അവിടെ നിർബന്ധമായി ഉണ്ടാകേണ്ട ഒന്നായി മദ്യം മാറും. അത് സമൂഹത്തിൽ വന്ന ഒരു മാന്യതവൽക്കരണം മദ്യത്തിന് ഉണ്ടായി എന്നത് ഒരു വലിയ ഗുരുതരമായ ഒരു പ്രശ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയുക. നിങ്ങൾ നോക്കുക, നമ്മുടെ വീട്ടിൽ കള്ളു കുടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, വല്ലപ്പോഴും കുടിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ കണ്ടുകൊണ്ടിരിക്കുന്ന മഹാഭൂരിപക്ഷം സ്ത്രീജനക്കാരോടാണ് ഞാൻ പറയുന്നത്. നമ്മൾ വഴക്കുണ്ടാക്കാറില്ല. നമ്മൾ പറയുന്നത് വല്ലപ്പോഴും കുടിക്കുന്നതിന്, ഒരുപാട് അധ്വാനിക്കുന്നതിന്, വല്ലപ്പോഴും കുടിക്കുന്നതിന് പ്രശ്നമല്ല. ആഴ്ചയിൽ 2 ദിവസം കുടിക്കുന്നവരെ പറ്റി പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചാൽ ശരീരവേദന മാറാൻ വേണ്ടി ഇച്ചിരി കള്ളു കുടിക്കുന്നതിന് എന്താ തെറ്റ്? ഇതാണ് പറയുന്നത്. അപ്പോൾ അതൊരു സമൂഹത്തിൽ മാന്യതവൽക്കരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പുതുതലമുറ അത് കണ്ടാണ് കൊണ്ടുവരുന്നത്. വീട്ടിലൊരു വലിയ അപരാധമാണ് കള്ളു കുടിക്കുന്നത്. കള്ളു കുടിക്കാൻ പാടില്ലാത്ത, മദ്യം എന്നത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു സാധനമാണെന്ന തിരിച്ചറിവിൽ നിന്ന് ഇത് വല്ലപ്പോഴും ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ലെന്നും ഇത് മനുഷ്യന്റെ മാന്യതയെ കെടുത്തുന്നില്ലെന്നും ചിലപ്പോഴെല്ലാം വലിയ മാന്യത ഉണ്ടാക്കി തരുന്ന സാധനമാണെന്നും ഉള്ള ഒരു ചിന്ത ഈ കുട്ടികളുടെ മനസ്സിലേക്ക് കുറേശ്ശെ കടന്നുകൊള്ളുക. നമ്മൾ വീട്ടിൽ വർത്തമാനം പറയുന്ന, വീട്ടിൽ പെരുമാറുന്നത് എല്ലാം നമ്മുടെ കുട്ടികൾ വളരെ വേഗം ഗ്രാസ്പിക്കും. വീട്ടിലെ നമ്മളെപ്പോഴും അങ്ങോട്ട് തെറിയ വിളിക്കുന്നെങ്കിൽ ആ വീട്ടിലെ കുട്ടികൾ എപ്പോഴും തെറി വിളിക്കുന്നവരായി, പുറത്തിറങ്ങിയാലും തെറി വിളിക്കുന്നവരായി. നല്ല ഭാഷയിൽ വർത്തമാനം പറയുന്നവരാണെങ്കിൽ ആ കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ നന്നായി വർത്തമാനം പറയുന്നവരായി. അവിടെ അതൊരു കുട്ടികളുടെ മനസ്സിലേക്ക് കുറേശ്ശെയായി കടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ അടുത്തിടയ്ക്ക് സ്കൂളിന്റെ PTA പ്രസിഡന്റായിരുന്നു. ആ സ്കൂളിൽ ഒരു കോളനിയിൽ നിന്ന് കടന്നു വരുന്ന കുറെ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും, രാവിലെ വരുമ്പോൾ ആ വീടിന്റെ ഒരു പരിസരത്ത് വയലിൽ നിന്ന് എല്ലാ ദിവസവും വീഡിയോ എടുത്തിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. അവർ വീഡിയോ എടുത്തിട്ട് സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെ ഒരു ദിവസം കൂട്ടത്തിലുള്ളവരത്ത് ഇവരെല്ലാം പെൺകുട്ടികളും വീഡിയോ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് പിടികൂടാൻ പറ്റും. അവരെ വിളിച്ചു ഇത് എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന് ചോദിക്കാൻ പറഞ്ഞാൽ വീട്ടിലെ അച്ഛൻ ഒരു 3-4 പാക്കറ്റ് വീഡിയോ എടുക്കുന്നുണ്ട്. അതിന്റെ പ്രൊമോഷൻ കൊടുത്തിട്ട് ഒരു 3-4 വീഡിയോ ഞങ്ങൾ എടുത്തുകൊണ്ട് വരും. രാവിലെ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് വരും. അതൊരു അപരാധമല്ല അവരെ സംബന്ധിച്ച്. കാരണം അവരെ വീട്ടിൽ വീഡിയോ ഇരിക്കുന്നവരുണ്ട്, അച്ഛനും അമ്മയും ഒക്കെ വീഡിയോ ഇരിക്കുന്നവരുണ്ട്, അമ്മൂമ്മ വീഡിയോ ഇരിക്കുന്നവരുണ്ട്. അപ്പൊ അതൊരു അപരാധമല്ല, അതൊരു ദിനചര്യയുടെ ഭാഗമായിട്ടാണ് അവർ കണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സാധാരണ ആ കോളനി ഇടയ്ക്ക് വലിയ കഞ്ചാവാണോ ഇല്ലയോ ഇതിന്റെ സംശയമൊക്കെ വലിയ ബോധവൽക്കരണമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതൊരു പുതിയ തലമുറയിലേക്ക് ഉൾക്കൊള്ളുന്ന, നമ്മൾ കൊടുക്കുന്ന പ്രചോദനത്തിന്റെ കൂടി ഭാഗമാണ് ഈ ലഹരി ഉപയോഗം വർദ്ധിച്ചു വന്നത് എന്ന് എന്റെ ഒരു കാഴ്ചപ്പാടാണ്, വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ രാസലഹരിയുടെ ഉപയോഗം വല്ലാതെ അതെവിടെയാ ആ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചു അങ്ങനെ, അല്ലെങ്കിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് രാസലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നതായ കാരണമാണ്. പണ്ട് സ്കൂളുകളിൽ, കോളേജുകളിൽ നല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമുണ്ടായി. ഞങ്ങളെല്ലാം കോളേജ് പഠിക്കുന്ന കാലത്ത് കോളേജിൽ നടക്കുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ ആദ്യം പ്രതികരിക്കുന്നത് വിദ്യാർത്ഥി സംഘടനകളാണ്. ഒരു വിദ്യാർത്ഥി സംഘടന പ്രതികരിച്ചാൽ അവനേക്കാൾ മുന്നിൽ കയറാൻ അടുത്ത ആൾ പ്രതികരിക്കും. അപ്പൊ ക്യാമ്പസ് ഒരു കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഒരു പക്ഷേ സൂക്ഷിച്ചിരുന്നത് അവിടുത്തെ വിദ്യാർത്ഥി സംഘടന. ആ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ കേരളത്തിൽ തടസ്സം നേരിടുവാനും തടയിടുവാനും നിശ്ചയിക്കപ്പെട്ടപ്പോഴാണ് ക്യാമ്പസുകൾ കുറെ അധികം ഈ രാസലഹരി അടക്കമുള്ള മയക്കുമരുന്നിലേക്ക് ചെന്നെത്താൻ കാരണം. ഇതൊന്നും ഞാൻ ആധികാരികമായി പറയുന്നതല്ല, എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുന്നത്. അവിടെ അത് തിരുത്തുവാൻ, ആ തിരുത്തൽ നമ്മൾ ആരംഭിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന്. ആ കുടുംബത്തിൽ നിന്ന് നമ്മൾ തിരുത്തൽ ആരംഭിക്കുവാൻ നിശ്ചയിക്കപ്പെടുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ രക്ഷിതാക്കളാണ് കുട്ടികളുടെ ഒരു പ്രായം ചെല്ലുന്നവരെ ഒരുപക്ഷെ അച്ഛനോ അമ്മയായിരിക്കും അവർക്ക് റോൾ മോഡൽ. എപ്പോഴും അച്ഛന്മാരായിരിക്കും വീരപുരുഷന്മാരായി അവരെപ്പോഴും കാണുന്നത്.
ചുണ്ടിലെരിയുന്ന സിഗരറ്റുമായി നിൽക്കുന്ന അച്ഛൻ അവരെ വീരപരീക്ഷണമാണെങ്കിൽ ആ എരിയുന്ന സിഗരറ്റും അവർക്ക് വീരതയുടെ ചിഹ്നമായി അവർ മനസ്സിലേക്ക് തന്നു. അപ്പോൾ കുടുംബത്തിൽ നിന്ന് നമ്മൾ ഈ തിരുത്തൽ ആരംഭിക്കുവാൻ നിശ്ചയിക്കപ്പെട്ടാൽ നമുക്ക് കുറേയധികം ഇതിനെ തടയുവാൻ കഴിയും. മറ്റൊരു കാര്യം, ഒരു കുട്ടി മയക്കുമരുന്നോ അല്ലെങ്കിൽ മദ്യമോ ഏതെങ്കിലും ഉപയോഗിക്കട്ടെ, നമ്മൾ കണ്ടാൽ നമ്മൾ പറയും അവിടുത്തെ വീട്ടിലെ പയ്യനാണ് അവൻ, അല്ലെങ്കിൽ കുടുംബത്തോട് അവനെ തിരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് ആ തിരുത്തലിന് നമ്മൾ തയ്യാറാണ്. മയക്കുമരുന്നിന്റെ വ്യാപാരമുണ്ട് അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ട് ഒരു സ്ഥലത്ത് എന്ന് കണ്ടാൽ എന്തിനാണ് വെറുതെ അവരുടെ ശത്രുത നേടുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് അവരുടെ കാര്യം, എന്നിട്ട് എന്തിനാണ് നമ്മൾ പറയുന്നത്? അത് ആ മനോഭാവം നമുക്ക് മാറ്റാൻ കഴിയും. അങ്ങനെ മാറ്റി സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടി ഒന്നായി നമുക്ക് നിന്ന് പോരാടാൻ കഴിഞ്ഞാൽ നമ്മുടെ പുതുതലമുറയല്ല പഴയ തലമുറയടക്കമുള്ള എല്ലാവരെയും ഈ ലഹരിയിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ കഴിയും. ആ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുന്നതിന് ഇപ്പൊ ഇവിടെ ഫുട്ബോൾ മത്സരം നമ്മുടെ ടർബിൽ വെച്ച് സൗഹൃദ മത്സരം വയ്ക്കുവാൻ തീരുമാനിച്ചു. ലഹരിയും ഫുട്ബോളുമായിട്ട് ബന്ധപ്പെടുന്നത്, ലഹരിയും ഫുട്ബോളുമായിട്ട് എന്താ ബന്ധം എന്ന് നമ്മളെ കമ്മ്യൂണിറ്റി. എന്നാൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ലഹരിക്ക് വേണ്ടി ദാവിച്ച് നിൽക്കുന്ന ഒരു മനസ്സിനെ മറ്റൊന്നിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഏറ്റവും ഗുണകരമായിട്ടായിരിക്കും സ്പോർട്സാണ്. ലഹരിക്കെതിരെ ഇരിക്കുന്ന സ്പോർട്സ് കൗൺസിൽ നടത്തിയ നടത്തൽ പുലിയോട് മുതൽ നിലവിൽ വരെ ഞങ്ങൾ എല്ലാവരും നടന്നതാണ് ടീഷർട്ട്. അപ്പോഴത് ആ നടത്തം ഒരു സ്പോർട്സിലേക്ക് ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരാളെ കടത്തിവിടുവാൻ നിശ്ചയിക്കപ്പെട്ട അയാൾ അതിന്റെ പിന്നാലെ അതൊരു ലഹരിയായി കൊണ്ടുപോകുവാൻ ചെയ്യും. ജീവിതത്തിൽ ഉന്നതമായ വിജയങ്ങൾ നേടിയെടുക്കുന്ന തരത്തിലേക്ക് ഒരു കുട്ടിയെ പ്രാപ്തമാക്കിയാണ് അതായിരിക്കും അവന്റെ ലഹരി. അത്തരത്തിൽ വിവിധ മേഖലകളിലേക്ക് ഇവരെ തിരിച്ചുവിടുന്ന തരത്തിലേക്ക് നമുക്ക് സമീപനങ്ങൾ ഏറ്റെടുക്കുവാൻ, പദ്ധതികൾ ഏറ്റെടുക്കുവാൻ നിശ്ചയിക്കപ്പെട്ടാൽ അവരെ നമുക്ക് ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും. അങ്ങനെ നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ തീരുമാനങ്ങൾ എടുത്ത് വേണം നമുക്ക് അന്താരാഷ്ട്ര ലഹരി ദിനത്തിന്റെ പരിപാടികൾ ആഘോഷിക്കുകയും നടത്തുകയും ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ പറയുന്ന ക്ലാസുകൾ മാത്രം കേട്ട് ഇതെല്ലാവർക്കും ഞങ്ങൾ കൊള്ളണം, ഇതിനപ്പുറത്തേക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞ് അത് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കൂടി കളയാതെ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏറ്റവും പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി വിദ്യാർത്ഥിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ യോഗത്തിന്റെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ ഹരി നായർ, സ്വാഗതം ആശംസിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി കെ ഉഷ, വേദിയിലിരിക്കുന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയന്തി ദേവി, ഗ്രാമപഞ്ചായത്തിന്റെ ചടയമംഗലത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ രാജു, വടക്കൽ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി കെ മാധുരി, അതുപോലെ നമ്മുടെ CBSE ചെയർപേഴ്സൺമാർ, ഏറ്റവും പ്രിയമുള്ള അംഗൻവാടി അധ്യാപികമാർ, സ്കൂളിന്റെ പ്രിയപ്പെട്ട HMമാർ, പ്രിൻസിപ്പൽ, അതുപോലെ നമ്മുടെ മാതൃസമിതികളുടെ പ്രസിഡന്റ്, കടക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, ആശാപ്രവർത്തകരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ, അംഗൻവാടി ആശാവർക്കർമാർ, ഹരിതകർമ്മസേനയിലെ പ്രിയപ്പെട്ട സഹോദരിമാർ, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ നിന്നൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മൾ ക്ഷണിക്കപ്പെട്ട ICDSന്റെ സൂപ്പർവൈസർമാർ, CDPO, അങ്ങനെ തുടങ്ങിയ അംഗൻവാടി ടീച്ചർമാർ അടക്കമുള്ള എല്ലാവരും, അംഗൻവാടി, ഹരിതകർമ്മസേന, ആശ, അതുപോലെ തന്നെ സ്കൂളിന്റെ പ്രതിനിധികൾ, കുടുംബശ്രീ എല്ലാവരും ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. 10 മണി 10:30 തുടങ്ങാനായിട്ടാണ് ആലോചിച്ചതെങ്കിലും ഇവിടെ ഇൻവെർട്ടറും പെട്ടെന്ന് കേടായി, വൈദ്യുതി ഇല്ലാതായി, ജനറേറ്റർ തന്നെ തിരഞ്ഞെടുപ്പോൾ അയാൾ താക്കോലും കൊണ്ട് എവിടെയും പോയി. അങ്ങനെ ഒരു അരമണിക്കൂർ താമസം അതിന് ക്ഷമ ചോദിക്കുകയാണ്. പ്രസിഡന്റ് എന്ന നിലയിൽ ഉദ്ഘാടനത്തിന് ഒരുപാട് സമയമൊന്നും ചെലവഴിക്കുന്നില്ല, 5 മിനിറ്റ് കൊണ്ട് ഞാൻ തീരാം. അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇതിന് ആഫ്റ്റർ ക്ലാസ് എടുക്കുവാൻ വേണ്ടി ചടയമംഗലത്തിന്റെ പ്രിയപ്പെട്ട
എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ രാജേഷ്, അതുപോലെ തന്നെ എക്സൈസിന്റെ വനിതാ ഓഫീസർ, നമ്മുടെ ചടയമംഗലത്തിന്റെ സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള ശ്രീ സുനീഷ് അടക്കം ഇവിടെ എത്തിച്ചേരും. അവരെ എല്ലാം ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. ബഹുമാനിയെ, നമ്മുടെ സമൂഹം ഇന്ന് ഏറ്റവും വലിയ ദുരന്തം നേരിടാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തെ എങ്ങനെയുണ്ട് അവരനുഭവിക്കുന്ന സമൂഹം അവരോട് കാണിക്കുന്ന ചില പ്രതികരണങ്ങളുണ്ട്. ഇന്നലെ തന്നെ 2 ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പുകവലിക്കുന്നത് കണ്ട് പുകവലിക്കലിലെ മക്കളെ എന്ന് പറഞ്ഞതിന് വേണ്ടി ആ ബൈക്ക് അവിടെ കൊണ്ട് ഒതുക്കിയിട്ട് അവന്റെ തലയിലിരുന്ന ഹെൽമെറ്റ് കൊണ്ട് ഈ പോലീസുകാരെ തലക്കടിച്ച്. ഇതാണ് നമ്മുടെ സമൂഹം. കാരണം അവർക്ക് നമ്മളെ പോലെ കുടുംബവും ജീവിതവും സ്വപ്നങ്ങളും എല്ലാം ഉള്ളവരാ. പക്ഷേ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന കുറേയധികം റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള അനുഭവങ്ങളെല്ലാം പറയും. പക്ഷെ ആ റിയാക്ഷൻസിനെ എല്ലാം നമുക്ക് ഒരു പരിധി വരെ നമ്മൾ ഒരുമിച്ചാൽ ആ ഒരുമിക്കുന്നതിൽ താഴെ തട്ടിലേക്ക് നമ്മൾ പോകണം. പ്രത്യേകിച്ച് അംഗൻവാടിയായിട്ടുള്ള അധ്യാപികമാർക്ക് ഒരുപാട് ബന്ധങ്ങളുള്ളതാ. അവരെ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ, ആശാവർക്കരം എന്ന് പറഞ്ഞാൽ ഒരു ആശ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറെ പോലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് മനസ്സിലാക്കുന്ന ആളുകളാണ്. അതുപോലെയാണ് നമ്മുടെ ഹരിതകർമ്മസേന. ഇവരെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നമ്മുടെ സ്കൂളിന്റെ എച്ച്എംമാരായിട്ടുള്ള ആളുകൾ, പ്രിൻസിപ്പൾമാർ. അവരോരോ ദിവസം കാണുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രയാസങ്ങൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിത് താഴെ തട്ടിലേക്ക് നല്ല ഒരുമയോടുകൂടി നിന്നുകൊണ്ട് ജനകീയമായി ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് കരകയറുന്നതിന് ആവശ്യമായ നിലപാടുകൾ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ തന്നെ ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസറും എക്സൈസ് ഓഫീസറും ഒക്കെ അവരുടെ അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നമ്മളോട് പറയുവാൻ കാണും. അത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് നമ്മുടെ മക്കളെ ഇത്തരത്തിലുള്ള വിപത്തിൽ അടിമകളാകാതിരിക്കാനുള്ള ഒരു കരുതൽ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ദൃഢനിശ്ചയത്തോടുകൂടി കുറെ തീരുമാനങ്ങൾ എടുക്കണം. അതിനുള്ള ഒരു ക്യാമ്പയിന്റെ തുടക്കമാണ് ഇവിടെ. തുടർന്ന് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ അടക്കൂടെ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം ചേർന്നുകൊണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മേഖലാടിസ്ഥാനത്തിൽ എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ വിപത്തിനെതിരായി ഒരു ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാം. നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ സ്പോർട്സിന് വലിയ പങ്കുണ്ട്. ഇന്ന് വൈകിട്ട് തന്നെ സൗഹൃദ ഫുട്ബോൾ മാച്ച് വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ ലഹരിക്കെതിരായി കേരളത്തിലെ ഗവൺമെന്റ് ആഹ്വാനം ചെയ്തിട്ടുള്ള ആ ഒരു പരിപാടി നമ്മുടെ ജില്ലയ്ക്ക് ഏറ്റവും മാതൃകയായിട്ട് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുരിയോടുന്ന നിലമേൽ വരെ ജനകീയമായി പങ്കെടുക്കുവാൻ കഴിഞ്ഞ അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ക്ഷണിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും ആത്മാർത്ഥയോട് നിന്ന ഒരു പരിപാടിയാണ്. അത് അവിടെ കൊണ്ട് നിലയ്ക്കുവാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. തുടർ പരിപാടികൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ്. അതിൽ ഓരോരുത്തരുടെയും ഇവിടെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ചില സംശയങ്ങൾ വരാം. അതെല്ലാം ചോദിച്ചതിനെല്ലാം മറുപടികൾ തന്നുകൊണ്ട് ഒരു നല്ല ജനകീയ ക്യാമ്പയിന് തുടക്കം ഇവിടെ തൊട്ട് നമുക്ക് തുടങ്ങാം. അതിലെല്ലാവരെയും ആരെയും മാറ്റി നിർത്തുന്നില്ല. എല്ലാ പ്രിയപ്പെട്ടവരുടെയും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ എല്ലാ വിഭാഗം ആളുകളെയും കോർത്തിണക്കിക്കൊണ്ട് ജനകീയ ക്യാമ്പയിന് നമുക്ക് തുടക്കം കുറിക്കാൻ അതിലെല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി കൃത്യസമയത്ത് തന്നെ വളരെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്ത് അനുമോദിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ക്ലാസ് എടുക്കുവാൻ ഒരുപാട് തിരക്കുകൾ ഉണ്ടെങ്കിൽ തന്നെയും ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ക്ഷണം സ്വീകരിച്ചു വന്നിട്ടുള്ള പ്രിയപ്പെട്ട സുനീഷിനെയും പ്രിയപ്പെട്ട രാകേഷിനെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തോടുകൂടി നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദനം. നമ്മുടെ നമുക്ക് തുടർന്ന ഈ ക്ലാസ്സുകൾ നയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം പോലീസ് സാറിന്റെ സാറ് ഇടയിൽ പറയാനുള്ളത് മറ്റു പരിപാടി പങ്കെടുക്കാനായിട്ട്
ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ ഹരി വി നായർ അവർ, സ്വാഗതം പറഞ്ഞ ശ്രീമതി കെ ഉഷ, ഉദ്ഘാടനം നടത്തിയ ബഹുമാന്യനായ ശ്രീമതി ലതിക വിദ്യാധരൻ അവർ, ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ രാകേഷ്, പ്രിയപ്പെട്ട ആശാ വർക്കേഴ്സ്, അമ്മമാരെ, കടയ്ക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുന്ന പഴയ മുഖ്യമന്ത്രിയുണ്ട്, പ്രിയപ്പെട്ട ഹരിതകർമ്മസേന പ്രവർത്തകർ, ബഹുമാനിയായ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ നിങ്ങൾ ജനങ്ങളുമായി നേരിട്ട്, പ്രത്യേകിച്ച് വീടുകളിൽ തന്നെ നേരിട്ട് ഇടപെടുന്ന ആളുകളാണ്. ഞങ്ങൾ കേരള ഗവൺമെന്റിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസും പോലീസും ജനപ്രതിനിധികളൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ലഹരിക്കെതിരെയുള്ള അങ്ങേയറ്റത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളിലും നിയമ നടപടികളുടെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന ഒരു സമയമാണിപ്പോൾ. അതിന്റെ ആവശ്യകത ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുറന്നു പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും വളരെ വിഷമത്തോടുകൂടിയും വളരെ ഞെട്ടലോടുകൂടിയും കാണുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഏകദേശം 21 വർഷത്തെ സർവീസ് പൂർത്തീകരിച്ചു. ഈ സമയം ആ സർവീസിൽ കയറിയ കാലങ്ങളിലൊക്കെ ഏകദേശം ഒരു 2012-15 കാലഘട്ടത്തിലൊക്കെ കഞ്ചാവ് എന്ന് പറയുന്ന സാധനമായിരുന്നു ഏറ്റവും വലിയ ലഹരി. ഒരു കഞ്ചാവ് കേസ് പിടിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ അപൂർവങ്ങളായിട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു കിലോ കഞ്ചാവൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ആ പിടിച്ച ഉദ്യോഗസ്ഥന് നാട്ടുകാരുടെ ഇടയിലും ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ വളരെയധികം പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ എന്ന ഒരു പേരുണ്ടാകുന്ന കാലഘട്ടമായിരുന്നു. എന്നാൽ ഇന്ന് ആ കാലഘട്ടമൊക്കെ പോയി. 1 കിലോ കഞ്ചാവ് 2 കിലോ കഞ്ചാവ് ഒന്നുമല്ല, കഞ്ചാവേ ഒന്നും അല്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. പുതിയ തരത്തിലുള്ള രാസലഹരി പോലുള്ള സാധനങ്ങൾ, അത് ചില സാധനങ്ങൾ നിങ്ങൾ അടുത്ത സമയത്ത് ഒരു പത്രത്തിൽ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും. ഒരാളെ ഒരു കേസിൽ പിടിച്ചു, ആ കേസിൽ അയാൾ ജയിലിൽ പോയി. ആ കേസിൽ ലാബ് റിപ്പോർട്ട് വന്നപ്പോൾ ആ സാധനം ആയിരുന്നില്ല. ശരിക്കും അതിന്റെ യാഥാർത്ഥ്യം ലാബ് റിപ്പോർട്ട് വന്നപ്പോൾ സാധനമായിരുന്നില്ല. സംഭവം ശരിയാണ്. പക്ഷെ ആ പിടിച്ച ഉദ്യോഗസ്ഥൻ ഒരു പൊതു നന്മലാക്കാക്കി പിടിച്ച ഉദ്യോഗസ്ഥന് പറ്റിയ ഒരു വീഴ്ചയായിട്ട് എല്ലാവരും അത് പറയുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അത്തരം സാധനങ്ങൾ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മളെ മാർക്കറ്റിൽ ഇറങ്ങി. അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം. നമുക്ക് വിടാനും പറ്റത്തില്ല, പിടിക്കാനും പറ്റാത്ത ഒരു സാധനം. നമുക്ക് പിടിക്കുന്ന സമയത്ത് തന്നെ ലഹരിയുടെ ലാഭസ്ഥലത്തൊന്നും വരത്തില്ല. നമ്മൾ ആ സാധനം അതിന്റെ നടപടിക്രമങ്ങൾ തന്നെ ഏകദേശം മണിക്കൂറുകൾ നീണ്ടുനിൽക്കുന്ന നടപടിക്രമത്തിന് ശേഷമാണ് നമ്മളത് കോടതി വഴി ലാബിലേക്ക് അയക്കുന്നത്. നമുക്ക് നേരിട്ട് ലാബിൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ ലാബ് റിപ്പോർട്ട് ചിലപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിടിച്ച ഉദ്യോഗസ്ഥന്റെ പണി പോകുന്ന സാഹചര്യം കൂടെ നമ്മൾ നിലനിൽക്കുന്നു. നമ്മൾ ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഈ വേദി ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കും. കാരണം ഇപ്പൊ ചടയങ്ങര പോലീസ് സ്റ്റേഷന്റെ CID ഞാൻ 2 വർഷമായി. 4 പഞ്ചായത്താണ്, 42 പോലീസ് ഉദ്യോഗസ്ഥർ, അതിൽ തന്നെ 38 പേരെ പെർമനന്റ് ആയിട്ടുള്ളൂ വെച്ചിട്ടാണ് 4 പഞ്ചായത്തിലെ കാര്യങ്ങൾ നോക്കേണ്ടത്. അതിനേക്കാൾ ഏരിയയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പം ജനങ്ങളുടെ കൂടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല കേസുകളും പിടിക്കാൻ പറ്റൂ. നമുക്ക് ഈ സാധനം ഇല്ലാതാക്കാൻ പറ്റത്തുള്ള വളരെ ഒരു സാഹചര്യമാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം നമുക്ക് കിട്ടുന്ന പല ഇൻഫർമേഷൻ, അത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ 10 ഇൻഫർമേഷൻ വന്നാൽ അത് 2 എണ്ണമെങ്കിലും ശരിയാണ് എന്നുള്ള ഒരു സാഹചര്യം ഇപ്പൊ നിലനിൽക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ രസം ഞങ്ങൾ എല്ലാവരും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സബ്സ്റ്റാൻസ് ആക്ട് എന്ന് പറയുന്ന NDPS ആക്ടിന്റെ ബേസിലാണ് നമ്മളെല്ലാവരും നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നത്. പക്ഷേ അത് ഒരു ക്ലാസിന്റെ ആവശ്യത്തേക്ക് വേണ്ടി നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. എങ്കിൽ പോലും ചെറിയ ഒന്നുകൂടെ കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ, വിശദമായ കാര്യങ്ങൾ നമ്മുടെ ബഹുമാനിയായ എക്സൈസ് ഇൻസ്പെക്ടർ പറയും. ഈ നർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളും. ഈ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒരുവിധപ്പെട്ടവർക്ക് അത്യാവശ്യം നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രത്യേകിച്ച് അധ്യാപകർക്ക് കണ്ടാൽ അറിയാത്ത സ്മെല്ല് നമുക്ക് അറിയാം. ട്രെയിനിങ് ഫീൽഡിലൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതല്ല, അതിന്റെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കുട്ടികളോട് അറിയാൻ പറ്റും. പക്ഷെ കൃത്രിമമായി ഉണ്ടാക്കുന്ന MDMA പോലുള്ള സാധനങ്ങൾ പല രൂപത്തിലാണ്. അത് ടീച്ചേഴ്സൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കുട്ടികളുടെ കയ്യിൽ വരുന്ന ഈ സാധനങ്ങൾ കണ്ടാൽ നമ്മൾ ചില ക്രിസ്റ്റൽ രൂപത്തിലുള്ള സാധനങ്ങളാണ്. ക്രിസ്റ്റൽ രൂപത്തിൽ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് പഞ്ചസാരയാണെന്ന് തോന്നും. ചെറിയ ടാബ്ലറ്റിന്റെ രൂപത്തിലുള്ള സാധനങ്ങൾ. അതുപോലെ ഓയിൽ നമ്മുടെ ഭാഗത്ത് ഓയിൽ നമ്മൾ പിടിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷെ ഓയിൽ രൂപത്തിലുള്ള സാധനങ്ങളും ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാല് ഈ സാധനത്തിന്റെ ഒറിജിനൽ സാധനം MDMA പോലുള്ള സാധനങ്ങളുടെ ഒറിജിനൽ സാധനം നമ്മൾ
ഉൾപ്പെടെ ഒറിജിനൽ സാധനം 4 പ്രാവശ്യം യൂസ് ചെയ്യാൻ നമ്മൾ തന്നെ അഡിക്റ്റായി പോകുന്നൊരു സാധനമാണ്. 4 പ്രാവശ്യം നമ്മളെ കുഞ്ഞു അതിന് ഞങ്ങളോടൊപ്പം നിങ്ങൾ സഹകരിക്കുക. അതിന് ഏറ്റവും എടുക്കുന്നത് ഇത്തരം സാധനങ്ങൾ യൂസ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ കാരിയേഴ്സ് ആയിട്ടുള്ളവരെ, നിങ്ങൾക്ക് അറിയാവുന്നതോ സംശയമുള്ളവരോ ആയിട്ടുള്ള ആളുകളെ ഞങ്ങളെയോ എക്സൈസിനെയോ ജനപ്രതിനിധികളെ ഇത് അറിയിക്കുക. ദേഷ്യമാണെങ്കിൽ അങ്ങേയറ്റത്തെ ദേഷ്യമായിരിക്കും, സന്തോഷമാണെങ്കിൽ അങ്ങേയറ്റത്തെ സന്തോഷമായിരിക്കും. ഇതിന്റെ ഭീകരത എന്ന് പറയുന്നത് ഈ സാധനത്തിൽ നമ്മളെ രക്തത്തിൽ ഈ സാധനത്തിന്റെ കണ്ണന് കുറയുന്നതനുസരിച്ച് നമുക്ക് ഈ സാധനത്തിനുള്ള ആവശ്യം കൂടുകയും നമ്മൾ ഇത് എന്ത് ചെയ്യും, ഈ സാധനം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, അവിടെയാണ് നമ്മൾ അപകടകരമായ അവസ്ഥ തുടങ്ങുന്നത്. പക്ഷെ ഈ സിറ്റുവേഷനിൽ ആളെത്തി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇൻഷ്യൽ സ്റ്റേജിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. അവർ എന്തോ ഉപയോഗിക്കുന്നു. ഇപ്പൊ ഒരു സ്കൂളിന്റെ പേര് ഞാൻ പറയുന്നത്, ഒരു SBCയിൽ ഉണ്ടായിരുന്ന ഒരു ടീച്ചറെ വിളിച്ച് പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മളൊരു കുട്ടിയെ നമ്മൾ സർപ്രൈസ് ആയിട്ട് ചെക്ക് ചെയ്തപ്പോ സ്റ്റാമ്പ് LSD സ്റ്റാമ്പ് രൂപത്തിലുള്ള സാധനം കിട്ടി. ഞാൻ ആദ്യമാണ് സത്യത്തിൽ ആ സാധനം കാണുന്നത്. ആ സാധനം നാട്ടിലടിയിൽ ഇത് എവിടെ കിട്ടിയത്, തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ടൂറിന് പോയിട്ട് വന്നപ്പോ ഒരു പയ്യൻ കൊടുത്തത് മാത്രമേ പയ്യൻ പറയുന്നു. ഈ സാധനം നാട്ടിനടിയിൽ സ്റ്റാമ്പ് ഇട്ട് കഴിഞ്ഞാൽ 15 മിനിറ്റിനകത്ത് ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് അവർ പോവാണ്. ആ ആളെ കണ്ടുപിടിച്ച് വീണ്ടും ഈ സാധനം കൊടുക്കുകയാണ്, അവരുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുകയാണ്, അവരെ കാരിയേഴ്സ് ആക്കുകയാണ്. അങ്ങനെയാണ് ഈ ലഹരി മാഫിയ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് എത്തിക്കപ്പെടുന്നത്. അപ്പൊ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നും രക്ഷാകർത്താക്കളുടെ ഭാഗത്ത് നിന്നും അങ്ങേയറ്റം ശ്രദ്ധ. അതുപോലെ ആശാവർക്കർമാരും പിന്നെ നമ്മുടെ സഹോദരങ്ങളെല്ലാം നമുക്ക് അവരുടെ വീടുകളിൽ പോയിട്ടാണ്, എല്ലാവരുടെ വീടുകളിലും നമ്മുടെ പഞ്ചായത്തിൽ പോകുന്നുണ്ട്. ഇപ്പൊ ആശാവർക്കർമാരുടെ സേവനം പറയാതിരിക്കാൻ നിർത്തിയില്ല. കാരണം നമ്മള് പിന്നെ പോക്സോ കേസുകളൊക്കെ റിപ്പോർട്ട് ആവുന്നത് പലരും പോക്സോ കേസുകളുടെ ഭീകരത മനസ്സിലാക്കിയിട്ട് നമുക്ക് സംശയം വിളിച്ചത് നമ്മൾ നേരത്തെ പറയാത്തവരെ ചൈൽഡ് ലൈനിലേക്ക് അയച്ച് നമ്മൾ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യും. ഇപ്പൊ ഒത്തിരി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് കേസുകൾ ഇപ്പൊ കുറവുണ്ട്. അത് ഇവരുടെ ഒരു കീൻ ഒബ്സർവേഷന്റെ ഭാഗം നമുക്ക് കിട്ടിയതാണ്. അതുപോലെയാണ് നമ്മുടെ ആളുകൾ ഈ കാര്യത്തിൽ നമ്മൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ താമസമില്ലാതെ ശരിക്കും കോവിഡിന്റെ കാലഘട്ടം, കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എത്രത്തോളം മാരകമായി കുഞ്ഞുങ്ങളിലേക്കും ആളുകളിലേക്കും എത്താൻ തുടങ്ങിയത്. ആ സമയത്തുള്ള മദ്യത്തിന്റെ ദൗർലഭ്യവും പിന്നീട് ഇത് മാർക്കറ്റാക്കി നമ്മുടെ സംസ്ഥാനത്ത് ഇതിനെ മാർക്കറ്റാക്കി എടുക്കണമെന്ന് അവർ ആ ലോബി കണ്ടുപിടിച്ച നിമിഷം മുതലാണ് ഇത്രത്തോളം നമ്മുടെ നാട്ടിൽ വ്യാപകമാക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിനെ മാർക്കറ്റ് ഇല്ലാതാക്കി കൊടുക്കുക, അത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ റീഹാബിലിറ്റ് ചെയ്ത് തിരിച്ചുകൊണ്ട് വരിക എന്ന ഉദ്യമത്തിൽ നമ്മളെ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ചടയമംഗലം പോലീസിന്റെ പിന്തുണ ഉണ്ടാകണമെന്നും അതുപോലെ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ എന്തെങ്കിലും സംശയമുള്ള വീടുകളിൽ ചെല്ലുമ്പോഴുള്ള സംശയമായിക്കോട്ടെ, കുട്ടികളിലുള്ള സംശയങ്ങളായിക്കോട്ടെ, എന്ത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ സംശയകരമായ രീതിയിൽ എന്തെങ്കിലും കാണുന്നതായിക്കോട്ടെ, നിങ്ങൾ അത് നമ്മളെ അറിയിക്കുക. നമുക്ക് അങ്ങനെ അറിയിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറിയ ഏകദേശം വലിയ താമസമില്ലാതെ ഈ സാധനത്തെ നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇതിന്റെ ആവശ്യകത അല്ലെങ്കിൽ ഇതിന്റെ ലഭ്യത ഇല്ലാതാക്കി തീർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടെ ബ്ലോക്ക് പഞ്ചായത്തിനെ ഈ പരിപാടി നടന്നതിനെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ 94 97 94 71 37 94 97 94 71 37. ഇൻസ്പെക്ടർ ചടയമംഗലം ഔദ്യോഗിക നമ്പറാണ്. ഞാൻ ആദ്യം ഈ നമ്പറായിരിക്കും. പേര് സുനീഷ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ ഖലീൽ നായർ അവർ, സ്വാഗതം ആശംസിച്ച ശ്രീമതി ഉഷ അവർ, ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യയായ ശ്രീമതി ലതിക വിദ്യാധരൻ അവർ, ചടയമംഗലത്തിന്റെ ബഹുമാന്യനായ സർക്കിൾ ഇൻസ്പെക്ടർ സുരേഷ് അവർ, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ രാജു അവർ, ഹരിതകർമ്മ സേനാംഗങ്ങളെ, അംഗൻവാടി ടീച്ചർമാരെ, വിവിധ വകുപ്പുകളിൽ നിന്നെത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ, നമ്മള് എല്ലാവർക്കും നമസ്കാരം.
നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഒരു ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ക്ലാസ് എടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കുറച്ച് അനുഭവങ്ങൾ പറയാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ച് നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത്. ആ പ്രശ്നങ്ങൾ എങ്ങനെ വന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഇവിടെ നിന്ന് തീരുന്നില്ല, അത് എന്തുകൊണ്ട് തീരാത്തത്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ബോധവൽക്കരണത്തിലൂടെ മാത്രമല്ല, അല്ലെങ്കിൽ അഡീഷനായ ഒരാളെ ഡി അഡിഷൻ സെന്ററിൽ കൊണ്ടുപോയി ബോധവൽക്കരണം നടത്തിയാലൊന്നും ഇവിടെ പരിപാടി തീരത്തില്ല. ഈ അഡിഷൻ അല്ലെങ്കിൽ ഈ ഒരു അഡിക്റ്റായ ആളിനെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് ഇവിടെ സംഭവിച്ചു? ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പോലീസ്, എക്സൈസ്, സന്നദ്ധ സംഘടനകൾ, വിവിധ സംഘടനകൾ ഉണർന്നു പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. ആണോ? അല്ല, എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെതായ ബോധവൽക്കരണം എല്ലാം കൊടുക്കുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതായത് ഇന്ന് ഉപയോഗിക്കുന്ന ഒരാള് നാളത്തെ വിൽപ്പനക്കാരനാണ്. ഇന്ന് ഒരാളിൽ നിന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നാളത്തെ വിൽപ്പനക്കാരനാണ്. അതാണ് ഇതിന്റെ അവസ്ഥ. അവൻ ഉപയോഗിക്കുകയും ചെയ്യാം, അതുപോലെ അതിൽ നിന്ന് പൈസ കണ്ടെത്തുകയും ചെയ്യാം. നല്ല ലാഭമാണ്. നല്ല ലാഭം എന്ന് വെച്ചാല് ഇപ്പൊ ഇവിടുന്ന് ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും ഹയർ സ്റ്റഡീസിന് പോകുന്ന ആൾക്കാർ, ഉദാഹരണം ഞാൻ പറഞ്ഞാണ്, പല രീതിയിലുണ്ട്. ആ ഒരു ഒറ്റ ഉദാഹരണം, ഹയർ സ്റ്റഡീസിലേക്ക് പോകുന്ന ആൾക്കാർക്ക് അവിടെ പോയിട്ട് ഹയർ സ്റ്റഡീസ് നടത്തി അവരവിടെ നിന്ന് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് മിക്കവാറും ഉള്ളവര് കൂടുതൽ പേരും അടിമപ്പെട്ടു പോവുകയാണ്. ഇതിനകത്ത് അടിമപ്പെടുന്നത് വെറുതെ ഉള്ള അടിമപ്പെടലല്ല. അവരടിമപ്പെട്ടു പോകുന്നത് മാരകമായ ലഹരിക്കാണ്. സിന്തറ്റിക് ലഹരി, രാസലഹരി, മലയാളത്തിൽ പറഞ്ഞാൽ രാസലഹരിക്ക് അടിമപ്പെടുക. അവരവിടെ നിന്ന് ക്യാരിയർമാരാവും. അവിടെ നിന്ന് 800 രൂപയ്ക്കാണ് ഹോൾസെയിലായിട്ട് റേറ്റ് ഒരു ഗ്രാമിന് കിട്ടുന്നത്. ഒരു ഗ്രാമിന് MDMA എന്ന് പറയുന്ന സാധനം, മെത്തലൈൻ ഡയോക്സി മെത്താഫിറ്റമിൻ എന്ന് പറയുന്ന സാധനം. എന്താണ് മെത്തലൈൻ ഡയോക്സി മെത്താഫിറ്റമിൻ എന്ന് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഏറ്റവും നല്ലൊരു മെഡിസിൻ ആയിരുന്നു. 1910-12 കാലഘട്ടത്തിൽ വികസിത രാജ്യമായ ജർമ്മനിയിൽ കണ്ടുപിടിച്ച ഒരു മെഡിസിൻ ആയിരുന്നു. മെർക്ക് എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കണ്ടുപിടിച്ച ഏറ്റവും നല്ലൊരു മെഡിസിൻ. ആ മെഡിസിൻ എന്ന് പറയുന്ന ബ്ലഡിന്റെ സർക്കുലേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി അന്നത്തെ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചതാണ്. അനസ്തേഷ്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയ സാധനം അത് ഇന്ന് ഡ്രഗ്സ് ആയിട്ട് മാറി. ജർമ്മനിയിൽ കണ്ടുപിടിച്ചു, ചെക്കോസ്ലാവിയയും ഹംഗറിയിലേക്ക് കയറി വന്നപ്പോഴേ അവർ ഇതിന്റെ രാസഘടനയെ മാറ്റി. 16 എന്ന് പറയുന്ന രാസഘടന 32, 40 ആക്കി മാറ്റി. ആ രാസഘടനയിൽ മാറ്റം വരുത്തിയ സമയത്ത് അത് ഡ്രഗ്സ് ആയിട്ട് മാറി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഡ്രഗ്സ് അവിടെ നിന്ന് വരികയാണ്, ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും വരികയാണ്. അവിടെ നിന്ന് 800 രൂപയ്ക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും. അവൻ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇതിന്റെ ആ ഭീകരതയെ മനസ്സിലാക്കിയാണ്. ഇതിന്റെ എത്രത്തോളം ലാഭം ഉണ്ടെന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 800 രൂപയ്ക്ക് കൊണ്ടുവരുന്നു, അവൻ ഒന്നുകിൽ ക്യാരിയർ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വേറെ ആക്കി കൊടുത്തിട്ട് വിൽപ്പന നടത്താൻ വേണ്ടി. അപ്പൊ ആ 1 ഗ്രാം കൊണ്ടുവന്നതിന് ശേഷം ഇവ 3 മാറ്റും. 3 മാറ്റുക എന്ന് പറഞ്ഞാല് 0.4, 0.4, 0.2 അങ്ങനെ 3 മാറ്റും. മനസ്സിലായ? 1 ഗ്രാമിനെ 3 മാറ്റുന്ന സമയത്ത്, 3 ഭാഗങ്ങളാക്കുന്ന സമയത്ത് 0.4, 0.4, 0.2 ആകും. ഈ 0.4 ഇവൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ 3000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അവ മേടിച്ചത് 1 ഗ്രാമിന് 800 രൂപയേ ഉള്ളൂ. അവ ഇവിടെ കൊണ്ടുവന്ന് 0.4 കൊടുക്കുന്നത് 3000 രൂപയാണ്. അടുത്ത 0.4 അവൻ കൊടുക്കും 3000 രൂപയ്ക്ക്. അടുത്ത 0.2 കൊടുക്കും 1500 രൂപയ്ക്ക്. എത്ര രൂപയായി? 7500 രൂപ അവന് കിട്ടി. മനസ്സിലായ? ചിലവായത് എത്ര രൂപ? 800. അവൻ കൂടുതൽ ഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് കിട്ടുക.
അവിടെ അവനെ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, അവിടെ കൊടുക്കുന്നവന് വലിയ ബുദ്ധിമുട്ടാണ് പിടിക്കാൻ. അവൻ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യും, എവിടെയെങ്കിലും കൊണ്ടിറങ്ങിയിട്ട് പറയും ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ട്, അത് എടുത്തോളാൻ പറയും. ചിലപ്പോൾ അവന് പണിയും കിട്ടും, വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. ഇവര് കിട്ടത്തുമില്ല. ഇവന് കൺസ്യൂമർ കോർട്ടിൽ പരാതിയും കൊടുക്കാൻ പറ്റത്തില്ല. കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് അവസ്ഥ. അപ്പൊ ഇതാണ് ഒരു മാരകമായ അവസ്ഥ. പിടികിട്ടിയ ഇത് തീരാത്തതിന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, ഇവിടെ ആര് വിചാരിച്ചാലും തീർക്കാൻ പറ്റാത്തതിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇതാണ് ഒരു കാരണം. ഇതിന്റെ ലാഭകരം മൊബൈലൊക്കെ എല്ലാവരും സൈലന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മാരകമായിട്ടുള്ള അവസ്ഥ ഇതാണ്. ലാഭം കിട്ടുന്നു. ലാഭം കിട്ടുന്നത് കൊണ്ട് കൂടുതൽ പേര് ഇതിലേക്ക് എടുത്തു ചാടുക. ഒരു കട തുടങ്ങുന്ന സമയത്ത്, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്ന സമയത്ത്, ആ ബിസിനസ് സ്ഥാപനം തുടങ്ങണമെങ്കിൽ ഒരാൾക്ക് എന്തൊക്കെ വേണം? ഡിപ്പോസിറ്റ് കൊടുക്കണം. പിന്നെന്ത് വേണം? കറണ്ട് വാടകയുണ്ട്, പിന്നെ ആരെങ്കിലും പിരിവ് വന്നാൽ അത് കൊടുക്കണം, അതിന് ഡെക്കറേഷൻ ചെയ്യുന്നതിന് ഡെക്കറേഷൻ ചെയ്യുന്നതിന് പൈസ കൊടുക്കണം. അങ്ങനെ വിവിധ പ്രശ്നങ്ങളുണ്ട്. ഇതിനങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. ഏതൊരു തരത്തിലുള്ള ബേസിക് ഫെസിലിറ്റി ഉണ്ടാക്കണം. ആ ബേസിക് ഫെസിലിറ്റി ഒന്നും ഉണ്ടാകാതെ തന്നെ ഇതിനകത്ത് പോകാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് പോവാം. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ. അപ്പൊ ഇത് നിർത്തലാക്കണമെങ്കിൽ ഇതൊന്നുകിൽ നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കട്ട് ചെയ്യണം. അന്താരാഷ്ട്ര തലത്തിൽ കട്ട് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് കുറച്ചൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാവും. അപ്പൊ പെരിന്തൽമണ്ണയിൽ ഒരു എക്സൈസ് തന്നെ കണ്ടുപിടിച്ച ഒരു കേസിൽ അതിന്റെ അന്വേഷണം ഏറ്റെടുത്ത് കൊണ്ടുപോയി ആൻഡമാൻ നിക്കോബാറിലെ ദ്വീപുകളിൽ, ആളൊഴിഞ്ഞ ദ്വീപുകളിൽ ഇത് ശേഖരിച്ചു വെച്ചിരിക്കുക. ഒരുപാട് ശേഖരിച്ചു വെച്ചിരിക്കുക. ആ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടുകൂടി അവിടെ ആൻഡമാനിൽ എത്തിയിട്ട് അത് നശിപ്പിച്ചു കളഞ്ഞു. ഒത്തിരി കിലോ ഈ രാസലഹരി ഒരുപാട് നശിപ്പിച്ചു കളഞ്ഞു. അത് വളരെ ചെറിയ ഇതിലാണ് കണ്ടുപിടിച്ചതിൽ ഏറ്റവും കുറവായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ നമ്മൾ ഈ അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെ കട്ട് ചെയ്യണം. ഇത് രണ്ട് സൈഡാണ്. ഒന്ന് ഡിമാൻഡ് സൈഡ്, ഒന്ന് വേറെ സപ്ലൈ സൈഡ്. രണ്ട് സൈഡുകളുണ്ട്. അപ്പൊ ആ ഡിമാൻഡ് സൈഡ് നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റും. ഡിമാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഈ ആവശ്യക്കാർ, ഇവിടെയുള്ള ആവശ്യക്കാർ. ആ ആവശ്യക്കാരെ നമുക്ക് കട്ട് ചെയ്യാൻ ബോധവൽക്കരണം നടത്താം, ഡി-അഡിക്ഷണൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ കേസുകൾ എടുക്കാം, പോലീസിന് എക്സൈസിന് ചേർന്ന് കുറെ കേസുകളൊക്കെ എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് കട്ട് ചെയ്യാം. പക്ഷെ ഈ സപ്ലൈ സൈഡാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ആ സപ്ലൈ സൈഡ് കട്ട് ചെയ്യണമെങ്കിൽ മുകളിലോട്ട് വിചാരിക്കണം. അന്താരാഷ്ട്ര തലത്തിൽ അവിടെ ഉണ്ടാക്കുന്ന സ്ഥലത്ത്, ഇത് കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇത് ചെയ്യണം, കട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്താം. ഇത് കുക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കുക്ക് ചെയ്യുന്നുണ്ട്. ഇത് കുക്ക് ചെയ്താണ് ഉണ്ടാകുന്ന ഈ സാധനം. നൈജീരിയക്കാരാണ്. നൈജീരിയക്കാർ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇത് ഉണ്ടാക്കിയാണ്. അവർ പല സ്ഥലങ്ങളിൽ, ബാംഗ്ലൂരിൽ, ചെന്നൈ, ഗോവയിലേക്ക് നിന്ന് ഇത് ഉണ്ടാക്കിയാണ്. സുനീൽ സാർ പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും നല്ല സാധനങ്ങൾ കിട്ടാൻ വളരെ പ്രയാസമാണ്. ഏറ്റവും നല്ല സാധനം കിട്ടുന്നതിന്, ഇതിന്റെ പ്യൂർ MDMA കിട്ടുന്നതിന് വളരെ പ്രയാസമാണ്. അപ്പൊ അത് കിട്ടിയാൽ, അത് കിട്ടി ഉപയോഗിക്കുന്നവൻ ഒരു തരി ഉപയോഗിച്ചാൽ അതെന്ത് ചെയ്യും? അഡിക്റ്റായി മാറുകയാണ്. പിന്നെ അവൻ തിരിച്ചു വരക്കം ഇല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ നമുക്ക് ഇവിടെ നിയന്ത്രിക്കാം. അപ്പൊ അന്താരാഷ്ട്ര തലത്തിലൊക്കെ സമ്മർദ്ദം ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് തലത്തിലൊക്കെ സമ്മർദ്ദം ചെലുത്തി ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഒരുപാട് വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അറിയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പിടിക്കുന്നുണ്ട്. NCB ഒക്കെ ഒരുപാട് പിടിക്കുന്നുണ്ട്. NCB എന്ന് വെച്ചാൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. അവരെയൊക്കെ ഒരുപാട് കേസുകൾ പിടിക്കുന്നുണ്ട്, അത് നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇവിടെ കൂടുതൽ വാർത്ത വേറെ കാര്യങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റി പറയുന്നത് ഇതിന്റെ ഒരു വ്യാപനം എന്ന് പറയുന്ന 1:5:25:500 എന്ന രീതിയിലാണ്. അതായത് ഒന്നിൽ തുടങ്ങി ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് 25 കഴിയും, അല്ല 5 കഴിയും. 5-ൽ നിന്ന് 25 കഴിയും, 25-ൽ നിന്ന് 500-ലേക്ക് വ്യാപിക്കും. അതാണ് അവസ്ഥ. എന്ന് ആലോചിച്ച് നോക്കുക. 1-ൽ നിന്ന് 5, 5-ൽ നിന്ന് 25, 25-ൽ നിന്ന് 500. ആ രീതിയിലാണ് 3.5 കോടി ജനങ്ങളുള്ള നമ്മുടെ കേരളത്തിൽ ഈ ഒരു റേഷ്യോയിൽ പോവുകയാണെങ്കിൽ എവിടെ ചെന്നെത്തും? 18,000 പെൺകുട്ടികളാണ്
രാസലഹരിക്ക് അടിമമായ കേരളത്തിൽ മാത്രം 18,000 പെൺകുട്ടികൾ രാസലഹരിക്ക് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ആരെങ്കിലും ചതിയിലൂടെയോ ഒക്കെ അടിമപ്പെടുത്തിയത് 18,000 കുട്ടികളെ. ആൺകുട്ടികളുടെ എണ്ണം അതിലും കൂടുതലാണ്, വളരെ കൂടുതലാണ്. ഈ 18,000 എന്ന് പറയുന്ന കണക്ക് ഒന്ന് നമ്മൾ പരിശോധിക്കാം. അതായത് ഞാൻ പറഞ്ഞ 1:5 ആ രീതിയിൽ പോവുകയാണെങ്കിൽ അതിന്റെ 5 മടങ്ങ് എന്ന് പറയുന്ന 1:5 എന്ന് പറയുന്ന രീതിയിൽ അതിന്റെ 5 മടങ്ങ് എന്ന് പറയുന്ന 18,000ന്റെ 5 മടങ്ങ് 90,000. മനസ്സിലായോ? 90,000 മാറും അതിന്റെ 5 മടങ്ങ്. ആ 90,000 മാറിയാൽ നമ്മളെ ജനസംഖ്യയും 90,000 തമ്മിലും നോക്ക്. 3.5 കോടി ജനസംഖ്യയിൽ 90,000 എന്ന് പറയുന്ന ഒരു സംഖ്യ ചെറുതല്ല. ഒരു വലിയ ഒരാളെ പിടിച്ച് ഉപദേശിച്ചാൽ നന്നാവോ? ഒരിക്കലും നന്നാവത്തില്ല. നാഷണൽ കൺട്രോൾ സൊസൈറ്റിയും ഡ്രഗ് കൺട്രോൾ സൊസൈറ്റി, ഇന്റർനാഷണൽ കൺട്രോൾ സൊസൈറ്റിയും പറയുന്നത് ഒരു പ്രാവശ്യം പോലും പരീക്ഷണത്തിന് പോലും തമാശയ്ക്ക് പോലും ഈ സാധനം ഉപയോഗിക്കരുതെന്നാണ്. തമാശയ്ക്ക് പോലും അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിന് പോലും നമ്മൾ ഇത് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് അഡിഷനാണ്. ആ അഡിഷന്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ചായ കുടിച്ചു. ചായ കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടാവും? ചായ കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടാവും? സ്ഥിരമായിട്ട് കുടിക്കില്ല, കുടിക്കില്ല. അപ്പൊ ചായ കുടിക്കാത്തത് നല്ലതാണ്. പക്ഷെ ഞാൻ ചായ കുടിക്കും. എന്നാലും ഞാൻ പറയാം, ചായ കുടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ചായ കുടിക്കാനുള്ള ടെൻഡൻസി പിറ്റേന്ന് തോന്നുന്നതെന്ന് പറയുന്നത് 20%. തലച്ചോറ് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ പ്രേരിപ്പിക്കുന്ന 20%. സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തി, ആ സിഗരറ്റ് ബില്ലും ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്ക് കുടിക്കണമെന്നുള്ള തോന്നൽ ഉണ്ടാവുന്നത് 200 എവിടെ നിൽക്കുന്നു സിഗരറ്റ് വലിക്കാൻ വേണ്ടി തോന്നുന്നത്. മദ്യപിക്കുന്ന ഒരാളെന്ന് പറയുന്നത് അയാൾക്ക് തോന്നുന്ന പ്രവണത, അത് അതിലേക്ക് ആ ലഹരിയിലേക്കുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് 800 മുതൽ 1500 ആണ്. 800 മുതൽ 1500 വരെ. ഇനി നമ്മൾ വായിക്കാത്തൊക്കെ എടുത്തു വയ്ക്കും. കൂള്, ഹാൻസ്, ശംഭു, കഞ്ചാവ്, ആ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ അതെന്ന് പറയുന്നത് 2500 മുകളിലാണ് പറയുന്നത്. അതിന്റെ അഡിക്ഷന്റെ പെർസെന്റേജ് അത്രയും ശതമാനമാണ്. ഇന്ന് കാണുന്ന ഏറ്റവും വലിയ സിന്തറ്റിക് ലഹരി, രാസലഹരി, പല കോമ്പൗണ്ടുകൾ ചേർത്ത്, കെമിക്കൽസുകൾ ചേർത്ത് അവനവന് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന സാധനം, അത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി 3500 മുതൽ 6000 വരെയാണ് അവന്റെ ടെൻഡൻസി എന്ന് പറയുന്നത്, അതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ചായ കുടിക്കുന്നവന് നമുക്ക് വിചാരിച്ച ഒന്ന് പിടിച്ചു നിർത്തിയിട്ട്, മോനെ നീ ഇത് കുടിക്കരുത്, നാളെ കുടിക്കരുത്, നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതിനകത്ത് കഫീൻ എന്ന് പറയുന്ന രാസവസ്തു ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ബോധവൽക്കരണമൊക്കെ നടത്താം. ഈ MDMA ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ പിടിച്ചു നിർത്തിയിട്ട് നമ്മൾ ബോധവൽക്കരണം ചെയ്താവാൻ നിർത്തൂ. MDMA അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള LSD അതുപോലെയുള്ള രാസവസ്തുക്കൾ ചേർന്നിട്ടുള്ള രാസലഹരികൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ പിടിച്ചു നിർത്തിയിട്ട് നമ്മൾ ഉപദേശിക്കുകയാണ്, നീ ഉപയോഗിക്കരുത്, നിനക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, സാമ്പത്തികമായിട്ട് നിനക്ക് പ്രശ്നം ഉണ്ടാവും, ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, നിനക്ക് സുഹൃത്തുക്കളെ നഷ്ടപ്പെടും, നിനക്ക് നിന്റെ അച്ഛനും അമ്മമാരെ നഷ്ടപ്പെടും, നിനക്ക് രാഷ്ട്ര നിർമ്മാണത്തിന് പങ്കാളിയാവാൻ പറ്റത്തില്ല, നിനക്ക് വലിയ എല്ലാവരും നഷ്ടങ്ങൾ ഉണ്ടാവും, നിനക്ക് ജോലി കിട്ടത്തില്ല, നിനക്ക് കല്യാണം കഴിക്കത്തില്ല, അങ്ങനെയൊക്കെ പറയണം. ഒരു രക്ഷയില്ല, ഒരു തരത്തിൽ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവൻ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവൻ ഒരു പ്രാവശ്യമെങ്കിലും അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ കടാര കുത്തി ഇറങ്ങും. അപ്പോൾ എന്റെ പുറത്തേക്ക് ആരെങ്കിലും അടിക്കുകയോ ഇടിക്കുകയോ എന്നെ കത്തി കൊണ്ട് കുത്തുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യം വിളിക്കുന്നത് അമ്മയെ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളോ അമ്മയായിരിക്കും. പക്ഷെ ഇവ വിളിച്ചത് ചേട്ടാ എന്നാണ്. അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു. ചേട്ടാ, അനിയൻ നഷ്ടപ്പെട്ടു, ഞാൻ കുത്തിക്കുന്നു എന്നുള്ള കാര്യം. അതാണ് അവസ്ഥ.
1.5 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിൽ വയനാട്ടിലേക്ക് പോകുന്ന സ്ഥലത്ത്